ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്ന പോലെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാനൊരു ട്രിപ്പിന് പോവുക. അപ്പോൾ നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് US പോയിട്ട് വരാം. വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. ഇന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിനെയും സിസ്റ്ററിൻ്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിങ്ടൺ DC പോവാം. ഡബ്ലിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു എൻ്റെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. 12:30 യുണൈറ്റഡ് എയർലൈൻസാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞാനൊരു 9:30 തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രീ ക്ലിയറൻസ് ഒക്കെ നമുക്ക് ഡബ്ലിൻ എയർപോർട്ടിൽ തന്നെ നടക്കും. അതായത് നമ്മളങ്ങ് എത്തിക്കഴിഞ്ഞാൽ വേറെ ഇമിഗ്രേഷനൊന്നും വേണ്ടി വരുന്നില്ല. ഡബ്ലിൻ ടു ഡല്ലസ് എയർപോർട്ടിലേക്ക് ഒരു 8 hours ഡ്യൂറേഷനാണ് ഉള്ളത്. എന്തായാലും അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത്. എനിക്ക് എമർജൻസി എക്സിറ്റ് ആണെന്ന് അറിയാമായിരുന്നു, പക്ഷേ അത് മെയിൻ ഡോറിൻ്റെ അടുത്തുള്ള എക്സിറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ട് ഇത്രയും ലെഗ് സ്പേസ് ഒക്കെ ഉള്ളൊരു സീറ്റ് കിട്ടുന്നേ. അങ്ങനെ അവിടെ കാലൊക്കെ നീട്ടി സമാധാനമായിട്ടിരുന്നപ്പോഴാണ് ഒരു സിനിമ കണ്ടേക്കാന്ന് കരുതിയത്. റെൻ്റൽ ഫാമിലി എന്ന മൂവിയുടെ നെയിം ഇംഗ്ലീഷ് പ്ലസ് ജാപ്പനീസ് ആണ് ലാംഗ്വേജ് വരുന്നത്. ഈ സിനിമ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ വന്ന ഫുഡിനെ കുറിച്ച് പോലും സംസാരിക്കാതെ ഈ ഒരു മൂവി ഇവിടെ സജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതിയേ. നമ്മൾ ആരൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു ബയോളജിക്കൽ ബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഹൗ റിലേഷൻഷിപ്പ് ഡസൻ ഹാവ് ടു ബി ബയോളജിക്കൽ ടു ബി മീനിങ് ഫുൾ, അങ്ങനൊരു കാര്യം പറയുന്ന ഒരു മൂവിയായിരുന്നു. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാനിവിടെ ആ ഒരു മൂവിയെക്കുറിച്ച് പറഞ്ഞത്. ആ ഒരു മൂവിയും കണ്ട് ഒരു ഫുഡ് ആൻഡ് ട്രാവൽ റിലേറ്റഡ് ഡോക്യുമെൻ്ററി കണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഡല്ലസ് എയർപോർട്ട് എത്തി. അങ്ങനെ അവിടുത്തെ ഷട്ടിൽ ബസ് സർവീസിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഷോക്ക്ഡായി പോയത്. ഇത് ഷട്ടിൽ ബസ്സാണോ എന്ന് പോലും സംശയിച്ചു പോയി. കാരണം അത്രയും വെറൈറ്റി ആയിട്ടുള്ളൊരു ബസ്സായിരുന്നു. അതായത് സൈഫൈ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു സ്പെഷ്യൽ വെഹിക്കിളായിരുന്നു. ആ ഷട്ടിൽ ബസ് നമ്മളെ ബാഗേജ് എടുക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ ലഗേജൊക്കെ ഞാൻ എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവരൊക്കെ വന്നു. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിലെ ഒരു മാലാഖ ജോലിക്ക് പോയേക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോ കോളിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഫോട്ടോ ഇട്ട് അപമാനിച്ചേക്കാമെന്ന് കരുതി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. കാരണം എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ സംഗീത വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടുന്ന് മസാല ദോശയും സ്പെഷ്യൽ താലി മീൽസും മീഗൊരങ്ങും അതുപോലെ തന്നെ പൈനാപ്പിൾ കേസരിയും പാനിപ്പൂരിയും അങ്ങനെ എൻ്റെ ആക്രാന്തം മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും വാങ്ങിക്കഴിച്ചു. അങ്ങനെ വയറും മനസ്സും ഒക്കെ നിറച്ച് ഹാപ്പിയായി പുറത്തിറങ്ങി. ഓൺ ദ വേയിൽ ലെമനേഡും കോഫിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.